ഉഴുന്നുകൊണ്ടുള്ള പായസം കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ. വീട്ടുകാർക്കൊരു സർപ്രൈസുമാവും. നമ്മൾ കടലപ്പരിപ്പ് കൊണ്ടും ചെറുപരിപ്പ് കൊണ്ടും ഒക്കെ പായസം ഉണ്ടാക്കാറില്ലേ? അതുപോലെ തന്നെ സ്വാദിഷ്ടമാണ് ഈ ഉഴുന്ന് പായസവും. അപ്പോഴൊന്ന് ട്രൈ ചെയ്യാലോ. 1 കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി സ്പ്ലിറ്റ് ആയിട്ടുള്ള ഉഴുന്ന് പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടായാലും നമുക്ക് സ്വാദിഷ്ടമായ പായസം ഉണ്ടാക്കാം. ആദ്യം ഇതൊന്ന് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഞാൻ ഈ പായസം കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. കുക്കറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നെയ്യിൽ ആദ്യം ഉഴുന്ന് പരിപ്പ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഉഴുന്ന് ഞാൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. ഇത് നല്ലപോലെ ഒന്ന് ഒരു 3-4 മിനിറ്റ് റോസ്റ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇത് കരിഞ്ഞു പോവുമൊന്നുമില്ല, കളറിനും ഒരു മാറ്റവും വരില്ല. എന്നാലും അത് ആ നെയ്യിൽ കിടന്ന് മൂത്ത് നല്ലൊരു മണമൊക്കെ വരും. ആ സമയം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ തന്നെ അല്പം പുകയൊക്കെ ഉണ്ടാവും. ഒന്ന് നല്ലപോലെ ഇളക്കിയിടാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നോട്ടെ. അപ്പോൾ ഒന്ന് കുറച്ച് വെക്കാം. ഒരു 15 മിനിറ്റ് അങ്ങനെ സിമ്മിലിരിക്കട്ടെ. അതിനുശേഷം ഒരു 3 വിസിൽ കൂടി ആവാം. നല്ല വേവുണ്ട് ഈ ഉഴുന്ന് പരിപ്പിന്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തതൊന്നും അല്ലല്ലോ. ഇപ്പോൾ ഉഴുന്നൊക്കെ വെന്ത് സ്റ്റീമൊക്കെ പോയിരിക്കുകയാണ്. തുറന്നു നോക്കാം. കണ്ടോ, നല്ല പോലെ വെന്തിട്ടുണ്ട്. വെള്ളം മുഴുവൻ വറ്റിയിട്ടുമുണ്ട്. 1 ഗ്ലാസ് ഉഴുന്നിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനെടുത്താൽ മതി. ഇതാ നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർക്കാം. ഞാനൊരു 300 ഗ്രാം ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണിത്. ഇതിൽ നിന്ന് ആവശ്യം പോലെ ചേർക്കാം. ഇതിന് കൃത്യമൊരു കണക്ക് പറയാനില്ല. ഓരോരുത്തർക്കും എത്ര മധുരം വേണോ അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുമ്പോൾ ഏതായാലും ഒരല്പം മധുരം കൂടുതൽ തന്നെയായിരിക്കും. മുഴുവൻ ചേർക്കുന്നില്ല, ഒരു പകുതിയോളം ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അല്പം തണുത്ത് വരുമ്പോഴേക്കും തന്നെ ഉഴുന്ന് നല്ല കട്ടിയായി തുടങ്ങും. അതുകൊണ്ട് ഉഴുന്ന് വേവിച്ചാൽ ഉടനെ തന്നെ ഇതെല്ലാം ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറേ സമയം കഴിഞ്ഞിട്ടൊക്കെ ആകുമ്പോൾ അല്പം ബുദ്ധിമുട്ടായിരിക്കും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കട്ടയൊക്കെ ആദ്യം ഒന്ന് വിട്ട് കിട്ടണം. അതിനുശേഷം എല്ലാ ഉഴുന്നിലേക്കും ശർക്കര നല്ലപോലെ പിടിക്കുകയും വേണം. അപ്പോൾ ഒരു 10 മിനിറ്റോളം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കുക. ഉഴുന്നിങ്ങനെ തെളിഞ്ഞ് കാണാത്ത അത്രയും വരെ ആക്കാം. കണ്ടോ, ഇപ്പോൾ ഉഴുന്നൊക്കെ കാണാത്ത ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അതായത് ഉഴുന്നിലേക്ക് ശർക്കര നല്ലപോലെ അബ്സോർബായി എന്നർത്ഥം. ഇനി വേണം തേങ്ങാപ്പാൽ ചേർക്കാൻ. ഒരു വലിയ തേങ്ങയുടെ തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് 2ാം പാലാണ്. 1ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് അളന്നൊഴിക്കാം. അപ്പോൾ എത്രയുണ്ടെന്നൊരു കണക്ക് കിട്ടും. ഇതിപ്പോൾ ഒരു 1.25 കപ്പ് 2ാം പാലാണ് ഉള്ളത്. തേങ്ങ ഒരല്പം ചെറുതായിരുന്നു. കുറച്ച് വലിയ തേങ്ങയാണെങ്കിൽ ഒരല്പം കൂടെ പാല് കിട്ടിയേനെ. ഇനി ഈ തേങ്ങാപ്പാലിലും നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ദാ ഉഴുന്നിലേക്ക് ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. നല്ല മധുരവുമുണ്ട്. ഇതൊന്ന് തിളച്ച ശേഷം നമുക്ക് 1ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ദാ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാല് ചേർക്കാം. 1ാം പാല് ഏകദേശം 1 കപ്പാണ് ഉള്ളത്. 1ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചൂടിൽ തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഉഴുന്ന് പായസം റെഡി. ഇനി ഒരല്പം ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. നല്ല മധുരം ഉള്ളതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും. ചുക്കും ജീരകവും മാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഏത് ഫ്ലേവേഴ്സാണോ നിങ്ങൾക്കിഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇതും ഈ ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ടയായിട്ട് കിടക്കും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഉഴുന്ന് പായസം റെഡി. ഇനി ഇതൊന്ന് താളിച്ചിടണ്ടേ. ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യത്തിന് തേങ്ങ കൊത്തിവെച്ചത് ഇട്ട് കൊടുക്കുക. ഇത് ഈ നെയ്യിൽ കിടന്ന് നല്ലപോലെ മൂത്ത് വരണം.
നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിക്കുക. തേങ്ങ നെയ്യിൽ മൂക്കുന്ന മണം വല്ലാത്ത മണം തന്നെയാണ് കേട്ടോ. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യും കളയേണ്ട, നെയ്യോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുക. വളരെ സ്വാദിഷ്ടമായ നമ്മുടെ പായസം റെഡി. ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിൽ നിന്ന് ചെറിയൊരു പോർഷനിലേക്ക് ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. വല്ലാത്ത മധുരമില്ലാതെ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്ന പോലെ. നിങ്ങൾക്ക് ഏതാണ് താല്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു നോക്കിക്കോളൂ. രണ്ടായാലും സ്വാദ് കേമൻ തന്നെ, അതിന് ഞാൻ ഗ്യാരണ്ടി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.